സുഹൃത്തുക്കളെ, ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റാണ് നമുക്കിന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ 2 നിലകളിലായിട്ട് 4 ഫ്ലാറ്റാണുള്ളത്. 7 സെൻറ്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അത് ഓരോ ഫ്ലാറ്റും 750 സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക്, ഒറ്റപ്പാലം ടൗണിൽ നിന്നൊരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. സിറ്റ് ഔട്ട്, ഹാള്, 2 ബെഡ്റൂം, അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ്, പിന്നെ ഒരു കോമൺ ബാത്റൂം, കിച്ചൺ ഇത് അടങ്ങിയതാണ് ഓരോ വീടും. വെള്ള സൗകര്യത്തിനായി 4 വീടിനും 4 പൈപ്പ് കണക്ഷൻ ഉണ്ട്. പിന്നെ ബോർവെല്ലും ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ യഥേഷ്ടം കിട്ടുന്ന ഏരിയയിലാണ് ഇത് നിൽക്കുന്നത്. അതുപോലെ 3 നില കെട്ടാനുള്ള പെർമിറ്റ് ഉണ്ട് കേട്ടോ. അതിനുള്ള ഫൗണ്ടേഷനും ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ള ദൂരം. ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ വെറും 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ. അതുപോലെ കാർ പാർക്കിംഗ്, ബൈക്ക് പാർക്കിംഗ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറും 2 വർഷം മാത്രമേ ഈ ബിൽഡിങ് പഴക്കമുള്ളൂ കേട്ടോ. നിലവിൽ ഇതിലെല്ലാത്തിലും ഇപ്പോൾ ആളുണ്ട് കേട്ടോ, വാടകക്കാരുണ്ട്. 7 സെൻറ്റ് സ്ഥലം, 3000 സ്ക്വയർ ഫീറ്റ്, 4 വീടുകളുള്ള ഈ അപ്പാർട്ട്മെൻറ്റിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് വെറും 65 ലക്ഷം രൂപ മാത്രമാണ്. ഇത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം എല്ലാ മാസവും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ലെവലിൽ മേടിച്ചിട്ടാൽ നല്ലൊരു വരുമാന മാർഗ്ഗമായി. എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ല വീടുകളാട്ടോ 4 എണ്ണം. അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുമുണ്ട്. പള്ളി, മദ്രസ, അമ്പലം, സ്കൂളുകൾ, മെയിൻ റോഡ് അടുത്ത്. അതുകൊണ്ട് തന്നെ വാടകയ്ക്കൊക്കെ എപ്പോഴും കിട്ടുന്ന ഏരിയയിലാണ് കേട്ടോ ഈ ഫ്ലാറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ടെറസ്, അതുപോലെ സൈഡിൽ ഒക്കെ എല്ലാം ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ, നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. ഇനി മുകളിൽ 2 ഫ്ലാറ്റ് എക്സ്ട്രാ നമുക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. ഇനി വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ടാലും മതി.